പാലക്കാട് വാളയാർ വട്ടപ്പാറയിൽ ട്രെയിൻ തട്ടി ഒരു കാട്ടാന ചരിഞ്ഞു. കുട്ടിയാനയാണ് ചരിഞ്ഞത്. ആനക്കൂട്ടം ട്രാക്ക് അങ്ങോട്ട് മുറിച്ചു കടക്കുമ്പോൾ ട്രെയിൻ തട്ടി എന്നാണ് ഇപ്പോഴത്തെ നിഗമനം. ഷാരിഖ് നവാസ് പാലക്കാട് നിന്ന് ചേരുന്നു. വാളയാറിലാണ് ഷാരിഖ് ഉള്ളത്. ഷാരിഖ്, ഗുഡ് മോർണിംഗ്. പറയൂ ഷാരിഖ്, കൂടുതൽ വിവരങ്ങൾ എന്താ? എസ്കൈൻ, ഗുഡ് മോർണിംഗ്. ഇന്ന് പുലർച്ചെ 4:30യോടെയാണ് സംഭവം. കണ്ണൂർ യശ്വന്ത്പൂർ എക്സ്പ്രസ് ട്രെയിനാണ് ഒരു കുട്ടിക്കൊമ്പനെ ഈ ട്രാക്കിൽ വെച്ച് ഇടിച്ചിട്ടത്. ഇപ്പോൾ ഇവിടെ സംഭവ സ്ഥലത്ത് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ, അതുപോലെ തന്നെ റെയിൽവേ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ എത്തി നടപടി സ്വീകരിക്കുന്നുണ്ട്. കഴിഞ്ഞ 2 ദിവസമായി ഇവിടെ 2 കാട്ടാനകൾ തമ്പടിച്ചിരുന്നതായി നാട്ടുകാർ പറയുന്നു. അതിലെ ഒരു കുട്ടിക്കൊമ്പനെയാണ് ഇപ്പോൾ ഇന്ന് രാവിലെ പുലർച്ചെ 4:30 മണിയോടെ ഈ ലൈൻ ട്രാക്കിൽ വെച്ച് ട്രെയിൻ ഇടിച്ചിട്ടത്. കണ്ണൂർ യശ്വന്ത്പൂർ എക്സ്പ്രസ് ആണെന്നാണ് നമുക്ക് കിട്ടിയ വിവരം. ഇവിടെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ സംഭവ സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചു വരികയാണ്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. സാർ, ഇത് എപ്പോഴായിരുന്നു സംഭവം? എന്തായിരുന്നു സംഭവം? അത് രാവിലെ ഒരു 4:30ക്കും 5:30ക്കും ഇടയ്ക്ക് നടന്ന ഒരു സംഭവമാണ്. പ്രാഥമികമായി ലഭിക്കുന്ന വിവരം ട്രെയിൻ ഹിറ്റാണെന്നാണ്. മറ്റു കാര്യങ്ങളെല്ലാം അന്വേഷണത്തിലാണ്. സാർ, ഇതിൻ്റെ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെ നടപടികൾ പോസ്റ്റ്മോർട്ടത്തിനുള്ള നടപടികളൊക്കെ ആയിട്ട് ഉള്ള ഇതിലാണ് നിൽക്കുന്നത്. ഉടനെ തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യും. നിയമപ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും പ്രൊസീജിയറെല്ലാം ചെയ്യും. ജഡം ഇവിടെ തന്നെ സംസ്കരിക്കാനാണോ അതോ? അതൊരു വിദഗ്ധ സമിതിയുണ്ട്. ആ വിദഗ്ധ സമിതി തീരുമാനിക്കുന്ന പ്രകാരം ആയിരിക്കും. അപ്പോൾ അനുയോജ്യമായ സ്ഥലത്ത് ഇതിൻ്റെ മറ്റ് ഇത് നടക്കും. ഓക്കെ, താങ്ക് യു. അതായത് ഇവിടെ ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. അല്പസമയത്തിനുള്ളിൽ ഡോക്ടർമാർ, അതായത് വെറ്റിനറി ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള വിദഗ്ധ സംഘം സ്ഥലത്തെത്തി പോസ്റ്റ്മോർട്ടം നടപടികൾ സ്വീകരിക്കും. അതിനുശേഷം ജഡം വിദഗ്ധ സമിതിയുടെ തീരുമാനപ്രകാരം ഇവിടെയോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും സ്ഥലത്തേക്ക് കുഴിച്ചിടാനാണ് തീരുമാനമുള്ളത്. ഇപ്പോൾ നിലവിൽ ഇന്ന് രാവിലെ പുലർച്ചെ 4:30യോടെ ഇതുവഴി വന്ന കണ്ണൂർ യശ്വന്ത്പൂർ എക്സ്പ്രസ് ട്രെയിനാണ് ഇടിച്ചതെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എസ്കെഎൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.